ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓരോ ദിക്കുകളിലും പലതരത്തിലുള്ള ആരാധനകളോട് കൂടിയിട്ടുള്ള നിസ്വാർത്ഥമായിട്ട് ചെയ്യുന്ന ഭക്തന്മാര്, നിഷ്കാമകർമ്മങ്ങളോടുകൂടി കർമ്മങ്ങൾ ചെയ്യുന്നതായിട്ടുള്ള ബ്രാഹ്മണര്, ജ്ഞാനികള്, എല്ലാ ലൗകിക ജീവിതങ്ങളെയും മാറ്റിവെച്ച് ലോക നന്മത്തെ വേണ്ടിയിട്ട് പല സ്ഥലത്തായിക്കൊണ്ട് തപസ് ചെയ്യുന്നതായിട്ടുള്ള ഋഷീശ്വരന്മാര്, ഇവരുടെയൊക്കെ സൽക്കർമ്മങ്ങളാണ് യഥാർത്ഥത്തിൽ നമ്മളെ ഈ ഒരു കലികാലത്ത് വല്ലപ്പോഴാണെങ്കിൽ പോലും നമ്മളെ ഒന്ന് ഒത്തുകൂടുകയും ഇരുത്തുകയും ഈശ്വര വിചാരം ചെയ്യിക്കുന്നു എങ്കിൽ അവരുടെ ഒക്കെ പാദങ്ങളിൽ ദണ്ഡ നമസ്കാരം ചെയ്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ ഒരു സുപ്രഭാതത്തെ വരവേൽക്കാം. നമുക്ക് ഓരോ സത്സംഗങ്ങൾ കഴിയുമ്പോഴും അടുത്ത സത്സംഗങ്ങൾ എന്നാണെന്ന് പോലും നമ്മൾ ധരിക്കാതെയാണ് പിരിയുന്നെങ്കിൽ പോലും ആ സത്സംഗത്തിന്റെ മഹത്വം കൊണ്ട് അതെപ്പോഴും നമ്മളുടെ ഉള്ളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. ഒരു സപ്താഹമായിക്കോട്ടെ, ഒരു സത്രമായിക്കോട്ടെ, വേണ്ട നമുക്ക് ഏറ്റവും പ്രിയമായിട്ടുള്ള ഒരു സുഹൃത്തിനെ കണ്ട് നമുക്ക് സംസാരിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് എന്തെന്നില്ലാത്ത ഒരു ആനന്ദം ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതൊരു സത്സംഗമാണ്. നമ്മളൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത് എന്താണ്? സത്സംഗം എന്ന് പറഞ്ഞാൽ ഭാഗവതം പറയുക, പിന്നെ നാരായണീയം, ഭാഗവത സത്രം, ഇതൊക്കെയാണ് സത്സംഗം എന്നുള്ള ഒരു ധാരണ നമ്മളൊക്കെ ധരിച്ചിരിക്കുന്നത്. അങ്ങനെയല്ല. സത്സംഗം ആയി മാറുന്നത് ആ സാഹചര്യങ്ങളല്ല. ആ സാഹചര്യങ്ങൾ ഇനി എത്രയൊക്കെ വിളക്കുകൾ കത്തിച്ചാലും, എത്രയൊക്കെ ബിംബങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കൊണ്ട് നിർത്തിയാലും കാണണം നിർബന്ധമുണ്ടോ? നിരത്തി ബിംബങ്ങളും മഹാത്മാക്കളെയും ഒക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ട് നിർത്തിക്കഴിഞ്ഞാലും നമുക്കത് കാണാനോ അനുഭവിക്കാനോ നമുക്ക് യോഗം ഉണ്ടാകണം നിർബന്ധമുണ്ടോ? ഒരിക്കലും ഇല്ല. പിന്നെ എപ്പോഴാണ് യോഗം ഉണ്ടാകുന്നത്? എപ്പോഴാണ്? നമ്മളുടെ മനസ്സ് തീരുമാനിക്കണം, നമ്മളുടെ മനോഭാവം തീരുമാനിക്കണം. അപ്പൊ മാത്രമേ അത് നമുക്ക് പ്രയോജനമായിട്ട് വരുന്നുള്ളൂ. അല്ലാതെ നമ്മളിപ്പോ വലിയ ഗംഭീരമായിട്ടുള്ള സത്രങ്ങളിലും സത്സംഗങ്ങളിലും ഒന്നും പങ്കെടുത്താലും പ്രയോജനം ഉണ്ടാവുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. ഇനി അതൊന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് വേണ്ടത് എങ്ങനെയാണ്? ഒരു ആധ്യാത്മികമായിട്ടുള്ള ശാസ്ത്ര പഠനങ്ങളിലൂടെയും ഒക്കെ നമുക്ക് നേടിയെടുക്കേണ്ടത് എന്താണ്? ഏത് സാഹചര്യങ്ങളെയും ഏത് വസ്തുക്കളെയും കണ്ടാല് നമ്മളുടെ മനസ്സ് ആർദ്രമാകുന്ന ഒരു ഭാവത്തിലേക്ക് നമുക്ക് ഉയരാൻ സാധിക്കണം. എന്നും സത്സംഗം ഉണ്ടാവുക എന്നുള്ളതോ, അല്ലെങ്കിൽ എന്നും മഹാത്മാക്കളെ കാണുക എന്നുള്ളതോ, എന്നും ക്ഷേത്രത്തിൽ പോയി ആരാധന നടത്താം എന്നുള്ളതോ, വ്രതങ്ങൾ അനുഷ്ഠിക്കാം എന്നുള്ളതോ ഒന്നും, അതൊക്കെ ഉപാധികളാണ്. വ്രതങ്ങൾ എടുക്കുന്നതും അതുപോലെ തന്നെ ക്ഷേത്രങ്ങളിൽ പോകുന്നതും തീർത്ഥാടനം ചെയ്യുന്നതിന്റെ ഒക്കെ പരമമായിട്ടുള്ള ലക്ഷ്യം എന്നുള്ളത് എന്താണ്? നമ്മളുടെ മനസ്സ് ആർദ്രഭാവത്തോടുകൂടി ഇരിക്കുക എന്നുള്ളത് മാത്രം. എല്ലാത്തിൻ്റെ ഒരേ ലക്ഷ്യമാണ്. പല വിധത്തിലുള്ള ആചാരങ്ങൾ മാത്രമേ ഉള്ളൂ അവിടെ. അപ്പൊ നമുക്കിതൊന്നും സാധിച്ചില്ലെങ്കിലും ഈ ഒരു ഭാവത്തിലേക്ക് നമുക്ക് എത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ മഹത്വം. അതുകൊണ്ടാണ് ഋഷീശ്വരന്മാർക്ക് ക്ഷേത്രത്തിൽ പോകണം തോന്നാറില്ല, അല്ലേ? അവർക്ക് മറ്റ് ലൗകികമായിട്ടുള്ള അല്ലെങ്കിൽ മഹത്തുക്കളെ കാണണം എന്ന് മോഹം തോന്നാറില്ല. ഒന്നും അവരെ സംബന്ധിച്ചിടത്തോളം. കാരണം എന്താണ്? അവർക്ക് ആത്മാരാമത്വത്തോടു കൂടി അല്ലെങ്കിൽ ആ ആത്മാവിൽ തന്നെ രമിച്ചുകൊണ്ട് അവർക്ക് ആ ആനന്ദത്തിൽ എത്താൻ സാധിക്കുന്നു. ഈ ഒരു പരമഹംസഗതിയിലേക്കാണ് നമുക്കും ഉയരേണ്ടത്. അപ്പം ക്ഷേത്രം എന്നുള്ളതും സത്സംഗം എന്നുള്ളതും ഉപാസന എന്നുള്ളതും ഒക്കെ ഉപാധികളായിട്ടേ നമുക്ക് അതിനെ കാണാവുള്ളൂ. അതുണ്ടെങ്കിലേ നാമം ജപിക്കുള്ളൂ, അല്ലെ? അല്ലെങ്കിൽ അതുണ്ടെങ്കിലേ എനിക്ക് ഒരു ഭാവത്തിലേക്ക് എത്തുള്ളൂ. അങ്ങനെ ആവരുത്, അങ്ങനെ ആവരുത്. ഹൃദയം, അല്ലെ, ദേവാലയമായിട്ട് നമുക്ക് എന്നും എപ്പോഴും, അല്ലെ? ദേവാലയം, ഹൃദയം ദേവാലയം എന്ന് പറയുമ്പോൾ ഹൃദയം നമ്മുടെ കൂടെ എപ്പോഴും ഉള്ളതല്ലേ? എന്തേ ഈ ഹൃദയം ദേവാലയം എന്ന് പറയാൻ കാരണം? നമ്മളുടെ ജീവൻ ഉള്ളിടത്തോളം കാലം, അല്ലെ, ഹൃത്ത് പ്ലസ് അയം എന്നാണ് പറയുന്നത് ഹൃദയം എന്ന് പറയുന്നത്.
ഈ ഹൃദയം എന്നും നമ്മുടെ കൂടെ ഉണ്ടാവും അല്ലെ. ഇത് ഇല്ലാണ്ടാകുന്ന കഴിഞ്ഞാൽ പിന്നെ നമ്മളില്ല അല്ലെ. ഞാൻ എന്നുള്ള ഒരു അവസ്ഥ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഞാനില്ല അവിടെ. ആ ഹൃദയം ദേവാലയമാകണം എന്ന് പണ്ട് അല്ലെ എന്താണ് കവികളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ അതിന്റെ അർത്ഥം? ഹൃദയം ദേവാലയം അല്ലെ പാടി നമ്മൾ പാടാറില്ലേ? എന്തേ അത്? എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം എന്താണോ? അപ്പം നമ്മള് ബന്ധപ്പെടുത്തുന്നതായിട്ടുള്ള സകല നിമിഷങ്ങളും നമുക്ക് എങ്ങനെയാണോ നമ്മള് ക്ഷേത്രത്തിൽ പോയി നിൽക്കുമ്പോൾ ശാന്തമായിട്ടുള്ള സമാധാനത്തോടു കൂടി നമുക്ക് കിട്ടുന്ന അനുഭവം, ഈ അനുഭവം നമുക്ക് എല്ലാ സമയത്തും ഉണ്ടാവണം. അപ്പോഴാണ് ഹൃദയം ദേവാലയമായിട്ട് മാറുന്നത്. ഈ ഹൃദയം ദേവാലയമായിട്ട് മാറുവാൻ വേണ്ടിയിട്ടാണ് മാറുന്നവരാണ് യഥാർത്ഥത്തിൽ ഋഷീശ്വരന്മാരൊക്കെ. നമ്മൾ വിചാരിക്കും ഈശ്വര ഈ ഋഷീശ്വരന്മാർക്കൊക്കെ ആ ഹിമാലയത്തിന്റെ ഒക്കെ അല്ലെ ആ തണുപ്പും കൊണ്ട് അവിടെ പോയി ഇരിക്കേണ്ട വല്ല കാര്യമുണ്ട്, എത്രയോ കാര്യങ്ങള് അല്ലെ ഇവർക്ക് നഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കും. ഒരു നഷ്ടപ്പെടലും ഇല്ല, ഒരു നഷ്ടപ്പെടലും ഇല്ല. അവരിനി ഇപ്പൊ ഇവിടെ ക്ഷേത്രത്തിൽ വന്നാലും അല്ലെങ്കിൽ മറ്റ് പല ലൗകികമായിട്ടുള്ള ബന്ധങ്ങളിൽ വന്നാലും അവർക്ക് അവരുടെ ഭാവത്തിന് ഒരു മാറ്റവും വരാതെ ആ സാഹചര്യങ്ങളെ കൂടി അവർക്ക് അനുകൂലമാക്കി എടുക്കുവാൻ വേണ്ടി അവർക്ക് സാധിക്കും. ഇതുപോലെ ആവണം നമ്മളുടെ ഈ മനുഷ്യ ജന്മവും. അതുപോലെ നമുക്ക് ഏത് ഗൃഹസ്ഥാശ്രമി ആയിക്കോട്ടെ, ഏത് ലൗകിക ജീവിതത്തിലൂടെ നമ്മൾ കടന്നു പോയിക്കോട്ടെ, എത്ര തിരക്ക് പിടിച്ചുള്ള ജീവിതമായിക്കോട്ടെ, അതിനെയൊക്കെ നമുക്ക് എന്താണ് സമാധാനപരമായിട്ട് പിന്നെ ശാന്തമായിട്ട് ഇതിനെയൊക്കെ നമുക്ക് അല്ലെ കൊണ്ടു നടക്കാൻ സാധിക്കണം. എങ്ങനെയാ അത് സാധിക്കുക വെച്ചാൽ വേറെ ഒന്നും നമ്മൾ ചെയ്യാനില്ല. എന്താണ് ഇതൊക്കെ ചെയ്യുന്നത് ഈശ്വരനാണ് എന്നുള്ള ഒരൊറ്റ കാര്യം നമ്മളൊന്ന് ഉറപ്പിച്ചാൽ, അല്ലെങ്കിൽ നമ്മളുടെ ഉള്ളിലുള്ള ആ ബോധസ്വരൂപം കണ്ണനാണ് എപ്പോഴും നമ്മളെ കൊണ്ട് ഓരോന്നും ചെയ്യിക്കുന്നതെന്ന് വിചാരിച്ചാൽ പിന്നെ നമ്മളെ ഇതൊന്നും നമുക്ക് എത്ര കണ്ട് ശാന്തത കൊണ്ടുവരാൻ സാധിക്കില്ല, എത്ര സമാധാനത്തോടു കൂടി ഇരിക്കാൻ സാധിക്കും. ഈ ഒരു സത്യത്തെ ജീവിതത്തിൽ എല്ലാവർക്കും തെളിഞ്ഞു വരട്ടെ എന്ന് നമുക്ക് ഇന്ന് ഗുരുവായൂരപ്പനോട് നമുക്ക് പ്രാർത്ഥിക്കാം. പതിവ് പോലെ നമുക്ക് അല്ലെ പലതരത്തിലുള്ള ദുഃഖങ്ങൾ അനുഭവിക്കുന്ന ഈ ലോകം എല്ലാം മംഗളമായിക്കൊണ്ട് ഭഗവാനെ എല്ലാവർക്കും ആ രോഗശാന്തിക്ക് വേണ്ടിയിട്ട് നമ്മളുടെ അല്ലെ ഈ കുടുംബത്തിൽ തന്നെയുള്ള അമ്മയൊന്ന് വീണു എന്ന് പറഞ്ഞു. രണ്ടുപേരാണ് ഇപ്പൊ ബുദ്ധിമുട്ട് വന്നിരുന്നത്. രാജേശ്വരി മേനോൻ, ഒന്ന് ദാസർലാദേവി. രണ്ട് അമ്മമാർക്കും യാതൊരുവിധ വിഷമവും വരാത്ത രീതിയിൽ അവർക്ക് അമ്മ പറയുന്നത് പോലെ തന്നെ എന്താണ് ഇതിനെയൊക്കെ തരണം ചെയ്യുവാനുള്ള ഒരു മനോബലം നമുക്കുണ്ടാവും. ആ മനോബലത്തിലേക്ക് എത്തുവാൻ വേണ്ടിയിട്ട് ഒക്കെ നമുക്കിതാ ഭഗവാനോട് ആത്മാർത്ഥമായിട്ട് ഇന്നിപ്പോ നമ്മൾ എല്ലാവർക്കും കൂടി ഒരേ ഭാവത്തില് ഒരേ സ്വരത്തില് ഒന്ന് കണ്ണനോട് പറഞ്ഞാൽ എത്രയോ എളുപ്പം സാധിച്ചു കൊടുക്കോടെ. ഭക്തന്മാര് പറയുമ്പോ കണ്ണന് ചെയ്യാതിരിക്കാൻ സാധിക്കില്ല. വള്ളിയൊരു ഗംഭീരമായിട്ടുള്ള സത്രം നടക്കുന്നു ഇപ്പം. അവിടെയൊക്കെ അദ്ദേഹത്തിനോട് വന്ന് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ട് പറഞ്ഞു കഴിഞ്ഞാല് ഒക്കെ ഗണപതി നേരെയാക്കി തരും എന്ന് അദ്ദേഹത്തിന് പറഞ്ഞു വിടാൻ എളുപ്പമാണ്. ഈ ബ്രഹ്മാവ് അല്ലെ പ്രഹ്ലാദനെ അനുഗ്രഹിക്കാൻ അല്ലെ എന്താണ് ഹിരണ്യേശുവിന് വരം കൊടുക്കുന്ന പോലെയാ. ഹിരണ്യേശുവിനോട് പറഞ്ഞ എല്ലാം ഓക്കെ തഥാ അസു തഥാ അസു തഥാ അസു. പിന്നെ നേരെ ആക്കേണ്ടത് മുഴുവൻ ആരാണ്? ഭഗവാനാണ് അല്ലേ. അപ്പം ആ തെളിഞ്ഞതായിട്ടുള്ള മനസ്സോടുകൂടി അല്ലെങ്കിൽ ശുദ്ധഭാവത്തോടുകൂടി ഭഗവാനെ കരഞ്ഞ് വിളിച്ചിട്ടുണ്ടെങ്കിൽ, കരയണം നിർബന്ധമൊന്നുമില്ല, ശുദ്ധഭാവം മതി അവിടെ. ശുദ്ധഭാവത്തോടുകൂടി ഭഗവാനെ വിളിച്ചിട്ടുണ്ട് എങ്കിൽ അവിടുന്ന് തീർച്ചയായിട്ടും അതിനനുസരിച്ചുള്ള ഒരു കരം നമ്മളുടെ തലയിൽ വെച്ച് അനുഗ്രഹിക്കും. യാതൊരു സംശയവുമില്ല. അപ്പൊ നമുക്ക് ആ ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് എല്ലാ അമംഗളങ്ങളും മാറുവാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും കൂടി ഒരേ ഭാവത്തിൽ ഒരേ സ്വരത്തിൽ ആ ജ്വരസ്തുതി ചൊല്ലി നമുക്ക് ഭാഗവതത്തിലേക്ക് പ്രവേശിക്കാം. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.